അയ്യാ വണക്കം. നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താ പറഞ്ഞിട്ടുള്ളത്? ചോദ്യം മനസ്സിലായില്ല, ഒന്നുകൂടെ ആവർത്തിക്കാമോ? നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്. ഏത് നാട്യശാസ്ത്രം, എന്ത് ഭരതമുനി? ഈ ചോദ്യം കേട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ മുഴുവൻ അന്തമിട്ട് കുന്തമണി നിൽക്കുകയാണ്. ചോദ്യം ചോദിച്ചത് വേറെ ആരുമല്ല, കലാമണ്ഡലം സത്യഭാമ. ആരടാ ഇത് എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും ഇങ്ങനെ ഒരു മാരണം ഇറങ്ങിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മോഹിനിയാട്ടത്തിൽ MBBS, MDA, MDMA, MBA എന്നിങ്ങനെയുള്ള പല തരത്തിലുള്ള ഡോക്ടറേറ്റുകളും സർട്ടിഫിക്കറ്റുകളും എടുത്ത പ്രശസ്തയായിട്ടുള്ള ഒരു മോഹിനിയാട്ടിയാണ് ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്നത്. നമുക്ക് നേരെ ആ കഥയിലേക്ക് പോകാം. കലാമണ്ഡലം സത്യഭാമ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കുന്നു. മോഹിനിയാട്ടം എന്ന് പറയുന്ന കല അത് കറുത്ത ആൾക്കാർ ചെയ്യേണ്ട കലയല്ല, ഈ കാക്കയെ പോലെ നിറമുള്ള ആൾക്കാരാണ് അത് ചെയ്യുന്നതെന്നും, കാക്കയെ പോലെ നിറമുള്ള ആൾക്കാർ മാത്രമല്ല, ഈ കറുത്ത വൃത്തികെട്ട പുരുഷന്മാർ കാലും കവച്ചു വെച്ച് നിൽക്കുമ്പോൾ, എക്സാക്ട്ലി ഈ വാക്കാണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, കാലും കവച്ചു വെച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അവർക്ക് വല്ലാത്തൊരു വിഷമമാണ് എന്നിങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ഈ കലാമണ്ഡലം സത്യഭാമ വലിയ രീതിയിൽ പുറത്തേക്ക് വിട്ടത്. കേരളത്തിലെ സാംസ്കാരിക നായകരെല്ലാം കൂടെ തുറന്നിറങ്ങി കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിൽ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. കലാമണ്ഡലം സത്യഭാമ അന്തസ്സായിട്ട് മാധ്യമപ്രവർത്തകരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നല്ല ഭംഗിയായിട്ട് ആട്ടി വിടുകയാണ് ചെയ്തത്. മാധ്യമപ്രവർത്തകർ അവരുടെ വീട്ടിലേക്ക് വന്നപ്പോഴേ ആ ഒരു വൈബ് അവർക്ക് പിടികിട്ടിയായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടിന് തുണി നോക്കി കാണിക്കും. ആര്? ഞാൻ എന്ന് നമ്മുടെ കുളപ്പുള്ളി ലീല കസ്തൂരിമാനിൽ പറയുന്ന അതേ ആറ്റിറ്റ്യൂഡിലായിരുന്നു മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നത്. ആട്ടിവിടുകയായിരുന്നു മാധ്യമപ്രവർത്തകരെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ബൈറ്റൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വളരെ വൈറലായിട്ട് നിറഞ്ഞോടുകയാണ്. പക്ഷെ നമ്മുടെ വിഷയം അതൊന്നുമല്ല. കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന മാരണം അവിടെ നിന്നുകൊട്ടെ. ഇതിൻ്റെ ഇപ്പുറത്ത് കറുത്ത നിറമുള്ള, അതേസമയം മോഹിനിയാട്ടം പ്രാക്ടീസ് ചെയ്യുന്ന, അതിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള നമ്മുടെ കലാഭവൻ മണിയുടെ സഹോദരനായിട്ടുള്ള RLV രാമകൃഷ്ണൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് തന്നെ ഉദ്ദേശിച്ചാണ് എന്നാണ് RLV രാമകൃഷ്ണൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അത് സത്യവുമാണ്. RLV രാമകൃഷ്ണനെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിലും വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞ മോഹിനിയാട്ടി ഞാൻ ആരെയും ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്കിത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ പണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴി തെറിയും അശ്ലീലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ഞ ഫ്രാഡ് ഉണ്ടായിരുന്നു. അവൻ്റെ പേര് വിജയ് P. നായർ എന്നായിരുന്നു. പല സ്ത്രീകളെയും ഇതുപോലെ അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭാഗ്യലക്ഷ്മി അവൻ്റെ വീട്ടിൽ കയറി ഈ ശബ്ദധാരാവലി വെച്ചിട്ടാണ് അവൻ സ്ത്രീകളെ തെറി പറയുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ പെട്ടി അടിച്ച് പൊട്ടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോഴും അവ ഈ വാക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മാഡം ഞാൻ ആരെയും ഉദ്ദേശിച്ചിട്ടില്ല, പിന്നെ നീ ആരെടാ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ തുപ്പൽ തൊട്ട് ഒരു കൊട്ടാണ് അവൻ്റെ തല നോക്കിയിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും നമുക്ക് അതൊക്കെ സൈഡിലോട്ട് എടുത്ത് മാറ്റി നിർത്താം. നമുക്കിപ്പോൾ പൊളിച്ചെടുക്കേണ്ടത് ഈ കപട ദളിത് ആക്ടിവിസം പറയുന്ന കമ്മിക്കുട്ടന്മാരെയാണ്. നമ്പർ 1 കമ്മിയാണ് അതിൽ ദീപ നിശാന്ത് എന്ന് പറയുന്ന ഭൂതകാല കുളിർ ടീച്ചർ. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുമായിട്ട് സംബന്ധിച്ച് ഗോപി ആശാന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എവനാണ് കുത്തിപ്പൊക്കി സമൂഹ മാധ്യമങ്ങളിലിട്ട് വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തിയത്. സുരേഷ് ഗോപി ആളെ വിട്ട് ഗോപി ആശാന് പത്മ അവാർഡ് ഓഫർ ചെയ്തു എന്നായിരുന്നു ഇവരുടെ ആരോപണം. അടുത്ത ദിവസം തന്നെ ഗോപി ആശാൻ വന്ന് പറഞ്ഞു ഞാനാണ് അങ്ങോട്ട് പത്മ അവാർഡ് വലിയ രീതിയിൽ സുരേഷ് ഗോപിയോട് അപേക്ഷിച്ചത് എന്ന്. അതോടുകൂടി ഇവർ കമന്റ് ബോക്സും മുട്ടി കണ്ടം വഴി ഓടുകയാണ് ചെയ്തത് എന്നുള്ള സന്തോഷകരമായ വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് അതിൻ്റെ ജാള്യത മറയ്ക്കാനാണോ എന്നറിഞ്ഞൂടാ വലിയൊരു മുട്ടക്കാട്ടം പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കലാമണ്ഡലം സത്യഭാമയെ കൂട്ടുപിടിച്ച്, പോരാത്തതിന് RLV രാമകൃഷ്ണനെയും കൂട്ടുപിടിച്ച് കലാമണ്ഡലം സത്യഭാമ RSSകാരിയാണ് എന്നുള്ള പോസ്റ്റിൽ കൊണ്ട് കെട്ടിയാണ് ഇവർ വലിയ രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ആ പോസ്റ്റ് വായിച്ച് നമ്മുടെ ചാനൽ വൃത്തികേടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ പോസ്റ്റ് ഞാൻ വായിക്കുന്നില്ല. ഇനി എവിടെന്നെങ്കിലും കോപ്പി അടിച്ചാണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ ദിവസം ദാണ്ടെ അവർ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത്. പൊൻകോലമേന്തുവാൻ കുമ്പിട്ടിയില്ലല്ലോ നിന്റെ മസ്തകം, ഇരുമ്പ് കൂച്ചാൽ ബന്ധിക്കപ്പെട്ടില്ലല്ലോ പദങ്ങളും, ഉന്നം തെറ്റാതെ തോക്കിഞ്ഞുമായില്ല നിന്നെ വീഴ്ത്തുവാൻ, കേമന്മാരോമനിച്ചാലും ചെവി വട്ടം പിടിച്ചു നീ എന്ന് പറയുന്ന മേഘരൂപൻ ആറ്റൂർ രവിവർമ്മയുടെ കവിത കോപ്പി അടിച്ചാണ് അവർ സുരേഷ് ഗോപിക്കെതിരെ പോസ്റ്റ് ഇട്ടത്. അല്ല, കോപ്പി അടിച്ചെന്ന് പറയാനൊരു കാരണമുണ്ട്. അതിന് താഴെ ആറ്റൂർ രവിവർമ്മയുടെ മേഘരൂപനാണെന്ന് വെച്ചാൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പറയണം. ചരിത്രം അതാണല്ലോ സൂചിപ്പിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും RSSന്റെ തൊഴുത്തിൽ നമ്മുടെ കലാമണ്ഡലം സത്യഭാമയെ കൊണ്ട് കെട്ടി. RSSന്റെ ജിഹ്വയാണ് സത്യഭാമ. നിങ്ങളിത് കാണുന്നില്ലേ? ശൂലം, ബ്രൂഡ്, ഗർഭിണി, നരേന്ദ്രമോദി എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഇവിടെ കിടന്ന് പഴയ ബോംബ് തന്നെ അവിടെ കിടന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതൊന്ന് പൊളിച്ചെടുക്കണം. സത്യം പറഞ്ഞാൽ ഈ സത്യഭാമ ആരാണ്? സത്യഭാമ എന്ന് പറയുന്ന ഈ സ്ത്രീ ഒരു CPM കാരിയാണ്. പിണറായി സർക്കാർ അവരെ കലാമണ്ഡലം ഭരണസമിതിയിൽ അംഗമാക്കുകയും ചെയ്തിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള തിരുവനന്തപുരത്തെ വൈലോപ്പള്ളി സംസ്കൃത ഭവനിൽ നടന്നുകൊണ്ടിരുന്ന ചിലങ്ക നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടകരിൽ ഒരാൾ ഈ സത്യഭാമ ആയിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. CPM സൈബർ കൂലി എഴുത്തുകാരനായിട്ടുള്ള ഒരാളുണ്ട്. പണ്ട് അശ്വമേധമൊക്കെ കൈരളിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ
നമ്മുടെ GS പ്രദീപ്. ഈ GS പ്രദീപാണ് ഈ പരിപാടി, അതായത് വൈലോപ്പള്ളി സംസ്കൃത ഭവനിൽ നടന്ന ഈ പരിപാടിയുടെ ചുമതലക്കാരൻ. മന്ത്രി സജി ചെറിയാൻ പങ്കെടുക്കേണ്ട പരിപാടിയിൽ അദ്ദേഹം വരാതിരുന്നതിനാൽ നിലവിളക്ക് തെളിയിച്ചതും കലാമണ്ഡലം സത്യഭാമയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. കേസരിയിൽ ഇവർ ലേഖനം എഴുതിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ ദീപാ നിശാന്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത്. കേസരിയിൽ അവർ ലേഖനം എഴുതി കാണും, പക്ഷേ കലാമണ്ഡലം സത്യഭാമയുടെ ഈ പ്രസ്താവന കേസരി തള്ളി പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, കേസരിയുടെ നവരാത്രി സർഗോത്സവ വേദിയിൽ ഡോക്ടർ RLV രാമകൃഷ്ണൻ തന്റെ കലാസമർപ്പണം പൂർത്തിയാക്കിയത് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ കേസരി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതോടുകൂടി ദീപാ നിശാന്ത് എന്ന് പറയുന്ന കവിതക്കള്ളി ടീച്ചറുടെ ആ ഒരു ആരോപണം പൊളിഞ്ഞടിഞ്ഞി പണ്ടാരമടങ്ങി താഴേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എത്ര കള്ളം പറഞ്ഞാലും അതൊക്കെ പൊളിച്ചടിക്കിയാലും ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ വീണ്ടും സോഷ്യൽ മീഡിയ വഴി കള്ളത്തരം ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്ന് പിണറായി സഖാവേ, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് പറയണേ, അവർക്ക് വല്ല MP സ്ഥാനോ MLA സ്ഥാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ അപ്പക്കഷ്ണം എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരതും എടുത്തുകൊണ്ട് അങ്ങോട്ട് പൊക്കോളും. പിന്നെ ഈ ഫേസ്ബുക്കിൽ കിടന്നുള്ള ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ളൂ. നമ്മുടെ ചിന്താ ജെറോമിനെ യുവജന കമ്മീഷനായിട്ട് പിടിച്ചിരുത്തിയില്ലേ, AC കാറിൽ ചുമ്മാ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക, ഇത് മാത്രമായിരുന്നല്ലോ പണി. അതുപോലെ നമ്മുടെ ദീപാ നിശാന്ത് ചേച്ചിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തെങ്കിൽ ഇവരെ കൊണ്ടുള്ള ശല്യവും ഈ കള്ളത്തരവും ഫേസ്ബുക്കിൽ നിന്ന് ഒഴിവാകും എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതും വിടാം. പല കമ്മികളും വലിയ രീതിയിൽ RLV രാമകൃഷ്ണൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ അവസരം കിട്ടാനായിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. സംഭവം വേറൊന്നുമല്ല, 2020 നിന്നെയൊക്കെ ഇന്ന് പൊളിച്ചടിക്ക് തരാം. ഇങ്ങ് വാ. 2020 RLV രാമകൃഷ്ണൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അപ്പോൾ നിന്നെ ഒന്നും ഇവിടെ കണ്ടില്ല, കമ്മികൾ ആരെയും കണ്ടില്ല, കമ്മികളുടെ അപ്പോസ്തലന്മാരെയും കണ്ടില്ല. എന്തിനായിരുന്നു RLV രാമകൃഷ്ണൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നത്? RLV രാമകൃഷ്ണൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഉറക്ക ഗുളിക കഴിച്ചാണ്. അന്ന് RLV രാമകൃഷ്ണന് കേരള സംഗീത നാടക അക്കാദമിയുടെ ഓൺലൈൻ നൃത്തോത്സവം പരിപാടിയിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ അവസരം നിഷേധിച്ചു എന്ന് പറഞ്ഞാണ് RLV രാമകൃഷ്ണൻ അന്ന് ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യ ശ്രമിച്ചത്. അന്നൊന്നും ഇവരൊന്നും ഒന്നും മിണ്ടിയില്ല. അന്ന് ആ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ ഈ രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശം ചൊരിഞ്ഞപ്പോൾ നീയൊക്കെ എവിടെയായിരുന്നടേ? അത് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇതാണ് കാലത്തിന്റെ കാവ്യനിധി എന്നൊക്കെ പറയുന്നത്. അന്ന് വലിയ രീതിയിലുള്ള അധിക്ഷേപ പരാമർശം ഉണ്ടാക്കി. അന്ന് ഈ രാധാകൃഷ്ണൻ നായരായിട്ടുള്ള ഈ ആള് പറഞ്ഞത്, രാമകൃഷ്ണന് നൃത്തം അവതരിപ്പിക്കാൻ അവസരം തരികയാണെങ്കിൽ ധാരാളം വിമർശനങ്ങൾ ഉണ്ടാകും, ഞങ്ങൾ അന്തിവരെ വെള്ളം കോരിയിട്ട് അവസാനം കുടവുടയ്ക്കേണ്ടല്ലോ, അവസരം തരികയാണെങ്കിൽ സംഗീത നാടക അക്കാദമിയുടെ ഇമേജ് നഷ്ടപ്പെടും എന്നിവയാണ് അക്കാദമിയുടെ സെക്രട്ടറി ആയിട്ടുള്ള രാധാകൃഷ്ണൻ നായർ പറഞ്ഞത്. അന്നൊന്നും നിന്നെ ഒന്നും കണ്ടില്ല. അന്ന് നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അതിനുവേണ്ടി വലിയ രീതിയിൽ ശബ്ദം ഉയർത്തുകയും ചെയ്തു. ആ ഉയർത്തിയ ശബ്ദം പല ആൾക്കാരും കാണുകയും ചെയ്തു, കേൾക്കുകയും ചെയ്തു. ഇന്ന് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ളൊരു സമയം വന്നപ്പോൾ രാമകൃഷ്ണനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കേണ്ടത് അതാൽ കണ്ടമല്ല കായലും അതുവഴി ഇറങ്ങി ഓടിക്കോ എന്ന് മാത്രമേ കേരള സമൂഹം നിങ്ങളോട് പറയുകയുള്ളൂ എന്ന് നിങ്ങളൊന്ന് വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ നല്ലത്. പിന്നെ ഈ ദീപാ നിശാന്ത്മാരെ പോലുള്ള ടീച്ചർമാരുടെ കള്ളങ്ങൾ കേട്ട് നമ്മൾ മടുത്ത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പ്ലീസ്, ടീച്ചറിനോട് എനിക്ക് ഒരു വിരോധമില്ല, ടീച്ചർ അങ്ങനെ വിചാരിക്കില്ലേ. ടീച്ചർ നല്ല അന്തസ്സായിട്ട് കവലയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റി ഇവിടെയൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മുടെ സംഖ്യകൾ ചില ദോഷഹിക ദൃക്കുകൾ പറഞ്ഞു പരത്തുന്നുണ്ട് ടീച്ചർ കവിതക്കള്ളിയാണെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ യാതൊരുവിധ അഭിപ്രായമില്ല എന്ന് ടീച്ചർ മനസ്സിലാക്കണം. ടീച്ചർ വളരെ നല്ല രീതിയിൽ കുട്ടികൾ പഠിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ടീച്ചറാണ്. ടീച്ചർ ഫേസ്ബുക്കിലൊന്നും എഴുതേണ്ട ആളല്ല, ടീച്ചർ കുറച്ചുകൂടെ ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ് എന്ന് കൂടെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഈ കപട സ്നേഹം കാണിക്കുന്ന ഈ കമ്മിക്കുട്ടന്മാർ ഒന്ന് കരുതിയിരിക്കുക. ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്, ഇതൊക്കെ കുത്തിപ്പൊങ്ങി വരും. നാളെ നിങ്ങളുടെ മൂട്ടിൽ തന്നെ ഇത് വന്ന് കൊള്ളും എന്ന് മനസ്സിലാക്കിയിരിക്കുക. പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.